ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ ഉടൻ അപ്പീൽ നൽകും. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷി, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമാകുന്ന വിധിയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായത്. അതിനെതിരെ അതിജീവിത അപ്പീൽ നൽകുന്നു ഹൈക്കോടതിയിൽ, അല്ലേ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ കേസിൽ അതിൽ മുൻകൂർ ജാമ്യം അംഗീകരിച്ച സാഹചര്യത്തിലാണ് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് തള്ളിയത്, മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. ആ മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിച്ച സാഹചര്യത്തിൽ അതിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി ഉത്തരവ് അത് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വേണമെന്ന നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകുന്നു, പ്രോസിക്യൂഷൻ പോകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്, അങ്ങനെ പ്രോസിക്യൂഷൻ പോകുന്നത്. കാരണം ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടിക്കുണ്ടായത്. ക്രൂരമായ പീഡനത്തിനൊടുവിൽ സൈബർ ആക്രമണം ഭയന്നാണ് ആ പെൺകുട്ടി പരാതി പോലും നൽകാൻ തയ്യാറാകാതിരുന്നതെന്ന KPCC അധ്യക്ഷർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒടുവിൽ ആ പരാതി DGP കൈമാറിയതോടെയാണ് അത് പോലീസ് കേസാകുന്നതും പിന്നീട് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്താനുണ്ട്. ഇനിയും തെളിവ് ശേഖരണമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെളിവ് ശേഖരണം അടക്കം മുന്നിലുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന നിലപാട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്. ഈ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റ് വേണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഈ അംഗീകരിച്ച ഈ കോടതി നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം, അപ്പീൽ നൽകാനുള്ള തീരുമാനം ഇപ്പോൾ പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നു. ഏറെ വൈകാതെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷി, നമുക്കറിയാം ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ഈ രണ്ടാമത് സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ആ വകുപ്പുകൾ അത്തരത്തിൽ കൂട്ടിച്ചേർത്തിട്ട് പോലും ജാമ്യം കിട്ടുന്ന സാഹചര്യം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഈ വിധിയുടെ ഉത്തരവ് പകർപ്പ് പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? തീർച്ചയായും ഉത്തരവ് പുറത്തു വന്നാൽ, വിധി പകർപ്പ് വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ചതിന് ശേഷമാകും അപ്പീൽ നൽകുന്ന നടപടികളിലേക്ക് കടക്കുക. ഏതായാലും അപ്പീൽ പോകാനുള്ള തീരുമാനം പ്രോസിക്യൂഷൻ എടുത്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ ഈ വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണം എന്ന് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ ശേഖരിക്കാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിൽ പെൺകുട്ടിയുടെ മറ്റ് മൊഴി കോടതിയിൽ രേഖപ്പെടുന്ന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചനയിലാണ്. അങ്ങനെ ഒരു സുപ്രധാനമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കണമെങ്കിൽ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തെളിവ് ശേഖരണത്തിനടക്കം അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തുന്നത്. വിധി പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അപ്പീൽ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. കാരണം അതീവ ഗൗരവമുള്ള ഒരു പീഡന കേസാണ്. ക്രൂരമായ ലൈംഗിക പീഡനമാണ് നടന്നതെന്ന് ആ മൊഴിയിലൂടെ തന്നെ വ്യക്തമാണ്. അത് സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട തെളിവുകളും ഈ പീഡനത്തിനിരയായ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. അതുകൊണ്ട് ഗൗരവമുള്ള ഈ പീഡനത്തിൽ വകുപ്പുകളും പ്രധാനപ്പെട്ടതാണ് ചുമത്തിയത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നു. അത് മറിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാൽ മാത്രം പോരാ, പരിധി വെച്ചുള്ള ഈ ചോദ്യം ചെയ്യലുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. അതുകൊണ്ട് വിധി പകർപ്പ് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഏറ്റവും നിർണായക നീക്കമാണ് പ്രോസിക്യൂഷൻ നടത്തുന്നത്. കാരണം രണ്ടാമത്തെ കേസാണ്. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തി വിധേയമാക്കുന്നു, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു, ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കി ദൃശ്യങ്ങളടക്കം പകർത്തി സൂക്ഷിക്കുന്നു എന്നടക്കമുള്ള നിരവധി കുറ്റങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അധികാരത്തിന്റെ പിൻബലത്തിൽ സാക്ഷികളടക്കം ഒഴിവാക്കാനുള്ള സാധ്യത. നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ. എന്തായാലും രണ്ടാം ബലാത്സംഗ കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.